ജെഡിസി ഡയബറ്റിസ് ജെംസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലൂക്കോമീറ്ററുകൾ കൂടാതെ ഏതെങ്കിലും പ്രമേഹ രോഗി പ്രമേഹം ചികിത്സിക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം, കാരണം അങ്ങനെ ആരെങ്കിലും പ്രമേഹം ചികിത്സിക്കുന്നുണ്ട് എങ്കിൽ ആ രോഗി വളരെയധികം സഹതാപം അർഹിക്കുന്നു. അതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം ഇനി ജീവിതത്തിൽ സംഭവിക്കാനിടയില്ല. നമുക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഗ്ലൂക്കോമീറ്റർ വാങ്ങാൻ എനിക്ക് സൗകര്യമില്ല, എനിക്കതിന് പണമില്ല എന്ന് പറയുന്നത്. കാരണം പ്രമേഹ രോഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ, പ്രമേഹ പ്രാരംഭ അവസ്ഥയിൽ തന്നെ HbA1c 5.7 എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗ്ലൂക്കോമീറ്ററുകൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഗ്ലൂക്കോമീറ്ററുകൾ കൊണ്ട് മാത്രമേ നമുക്ക് പ്രമേഹം ഭംഗിയായിട്ട് ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മറ്റൊരു ചോദ്യം, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്കുള്ള സംശയരോഗത്തിൻ്റെ ഭാഗമായിട്ട് കാണാവുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്ലൂക്കോമീറ്ററിൽ കിട്ടുന്നത് സത്യസന്ധമായ ഒരു ഗ്ലൂക്കോസ് അളവ് തന്നെ ആയിരിക്കുമോ? ലാബിൽ പോയി നോക്കുന്നതല്ലേ നല്ലത്? ഈ ഗ്ലൂക്കോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാകില്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യകാല ഗ്ലൂക്കോമീറ്ററുകൾ രംഗത്തെത്തുന്നത്. നോക്കിയേ, ഇതൊരു ചിത്രമാണ്, പഴയ ഒരു ഗ്ലൂക്കോമീറ്ററിൻ്റെ ചിത്രമാണ്. ഒരു എയിംസ് റിഫ്ലക്റ്റൻസ് ഗ്ലൂക്കോമീറ്ററിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ എയിംസ് റിഫ്ലക്റ്റൻസ് ഗ്ലൂക്കോമീറ്റർ 1960-കളിൽ അല്ലെങ്കിൽ 70-കളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ ശൃംഖലയിൽപ്പെടുന്നതാണ്. ഇപ്പോൾ സ്ഥിതി മാറി. ഇപ്പോൾ ഗ്ലൂക്കോമീറ്ററുകൾ വളരെ ആക്യുറേറ്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് വിശ്വസിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ അനിയന്ത്രിതമായ പ്രമേഹമുള്ള ഒരു രോഗി ഒരു സത്യം മനസ്സിലാക്കുക: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. അത് പറക്കുന്ന ഒരു പറവയെ പോലെയാണ്. അത് ഒരിടത്ത് മാത്രം തങ്ങി നിൽക്കുന്നില്ല. അത് ഞാൻ പറയാൻ കാരണം, സംശയരോഗികൾ പലപ്പോഴും രക്തത്തിലെ പഞ്ചസാര പരിശോധിക്കുമ്പോൾ ആവർത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കും. 120, 10 മിനിറ്റ് കഴിയുമ്പോൾ 150, 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 95. എന്നിട്ട് പറയും, ഞാൻ ഈ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ വളരെ നല്ലൊരു ലാബുണ്ട്, അവിടെയേ നോക്കുന്നുള്ളൂ. ശരിയല്ല. നമുക്ക് സാധാരണ ജീവിതം നയിക്കുന്ന വേളയിൽ, ജോലിയിലും അതുപോലെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴും, ആഹാരത്തിന് മുമ്പും, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷവും, ഉച്ചയ്ക്കും രാത്രി, അങ്ങനെ പല സമയത്തായിട്ട് രക്തപരിശോധന നടത്തി മാത്രമേ ചികിത്സിക്കുന്ന ഒരു ഡയബറ്റിസ് ടീം അംഗങ്ങളുമായിട്ട് സംസാരിച്ച് ശരിയായ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ജ്യോതിസ് ഡയബറ്റീസ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഡയബറ്റിസ് ടെലി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെയാണ് ചികിത്സ തുടരുന്നത്. അതിൽ ഗ്ലൂക്കോമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗികൾ ടെലിഫോണിലൂടെയും ഇമെയിലൂടെയുമാണ് ഞങ്ങളുടെ ഡയബറ്റിസ് ടീം അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നതും. അങ്ങനെ ചികിത്സയിലെ പ്രത്യേകതകൾ, ഡോസ്, ഇൻസുലിൻ്റെ അളവ്, ഗുളികകളുടെ അളവ്, വ്യായാമം, ഡയറ്റ്, ഇതൊക്കെ ക്രമീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നേരിട്ട് വരാതെ. ഈ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക? കാരണം ഒരു ഉപകരണമാണത്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ, ഒരു കൊച്ചു പേനയാണെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ശരിയായ അളവ് കിട്ടണമെന്നില്ല. ഇങ്ങോട്ട് നോക്കി, ഇവിടെ അനീസ എന്ന് പറയുന്ന നമ്മുടെ ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ ഉണ്ട്, ജിജു ഉണ്ട്. നമ്മളിവിടെ ശരിയായ വിധത്തിൽ എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്ററുകൾ ഉപയോഗിക്കാൻ കഴിയുക എന്നത് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം ഏത് കൈയിലാണോ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ കൈ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇപ്പോൾ മറ്റൊരാൾ നോക്കി കൊടുക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇത് സ്വയം നോക്കുന്നതായിട്ട് കാണിക്കുക. കാരണം രോഗി സ്വയമാണ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കേണ്ടത്.
സെൽഫ് മോണിറ്ററിങ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്നാണല്ലോ പ്രമാണം. പക്ഷേ ഈ ഒരു വീഡിയോ വിദ്യാഭ്യാസ വീഡിയോ ആയതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇവിടെ മസാജ് ചെയ്ത ശേഷം പുതിയ നീഡിലൊക്കെ തന്നെയാണല്ലോ കിടക്കുന്നതല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് ഈ നേരിയ നീഡിൽ ഉപയോഗിച്ച് നമ്മുടെ രക്തത്തിൻ്റെ വിരലിൻ്റെ ടിപ്പിലായിട്ട് കുത്തണം അല്ലേ. നമ്മൾ ഈ ക്ലീനിങ്ങിന് നമുക്ക് വെള്ളം ഉപയോഗിക്കാം. കൈ വേണമെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാം. ചെറു ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ രക്തയോട്ടം കൂടും. നമ്മൾ സ്പിരിറ്റൊക്കെ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ഈ സ്പിരിറ്റ് ഉണങ്ങുന്നത് വരെ കാത്തിരിക്കണം. കാരണം വിരലിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുകയാണെങ്കിൽ ചെയ്തോളൂ. എന്തെങ്കിലും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിച്ച ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളുടെ ബാക്കിയോ പഴവർഗ്ഗങ്ങളുടെ ബാക്കിയോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഷുഗർ വർദ്ധിപ്പിക്കും. ഇതിന് നമുക്ക് എത്ര ആഴത്തിൽ കുത്തണമെന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ തൊലിയുടെ കട്ടി കൂടുന്നത് കുറയുന്നതനുസരിച്ച്, ഞാൻ സാധാരണ തൊലിക്കട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്, നമുക്ക് ഇതിൽ ക്രമീകരണം നടത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു വേദനയും കൂടാതെ തന്നെ രക്തത്തിൻ്റെ പ്രവാഹം ഉറപ്പുവരുത്തുവാൻ സാധിക്കും. നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ കൂടുതൽ രക്തം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു സുഖവും സൗന്ദര്യവും എന്ന് പറയുന്നത് നമുക്ക് ഒരു തുള്ളി രക്തം പോലും ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുവാനായിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അനീസ ഇവിടെ ഈ വിരൽത്തുമ്പ് പ്രസ് ചെയ്തപ്പോൾ വളരെ പതുക്കെയാണ് പ്രസ് ചെയ്തത്. അപ്പോൾ കൂടുതൽ പ്രസ് ചെയ്ത് രക്തം എടുക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ വേണമെന്നില്ല, എങ്കിലും ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരികയാണ്. ആദ്യം വരുന്ന രക്തത്തുള്ളി നമ്മൾ പഞ്ഞി ഉപയോഗിച്ച് അങ്ങ് തുടച്ചു മാറ്റി, എന്നിട്ട് ഈ രക്തത്തുള്ളി ഫ്രഷായിട്ടുള്ളതെടുത്ത് രക്തം പരിശോധിക്കുക. നമ്മളിപ്പോൾ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് എടുത്ത ബോട്ടിൽ ആ നിമിഷം തന്നെ അടയ്ക്കണം. അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള ബാക്കി സ്ട്രിപ്പുകൾ കേടായിപ്പോവും. അത് ഒരിക്കലും മറന്നു പോകരുത്. ഗ്ലൂക്കോമീറ്ററിൽ സ്ട്രിപ്പ് വെച്ചു. ഈ സ്ട്രിപ്പ് രക്തത്തുള്ളിയുടെ മേളിൽ സ്പർശിക്കുന്ന നിമിഷം ഇത് ഉള്ളിലേക്ക് ആ രക്തത്തുള്ളി കടന്നു പോകും. ഒരു രക്തത്തിൻ്റെ തുള്ളി പോലും ആവശ്യമില്ല. ഒരു തുള്ളിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഈ പരിശോധനയ്ക്ക് ആവശ്യമുള്ളൂ. 96 ഉള്ളൂ. വളരെ നോർമലാണ്, ഡയബറ്റീസേ ഇല്ല. അപ്പോൾ ഈ സ്വയം രക്തപരിശോധന അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ നടത്തുന്ന സെൽഫ് മോണിറ്ററിങ് ബ്ലഡ് ഗ്ലൂക്കോസ് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. അതിന് 1-2 മിനിറ്റ് പോലും നമുക്ക് വേണ്ടി വരുന്നില്ല. കാരണം ഇതിന് 5 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് ഗ്ലൂക്കോമീറ്റേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ പ്രത്യേകത ഇതിൽ കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിലാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ ഒരു സ്ട്രിപ്പ് ബോട്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ കോഡ് നോക്കിയ ശേഷം ആ കോഡ് നമ്മൾ എത്രയാണെന്നുള്ളതിൽ ഇതിൽ ക്രമീകരിക്കണം. പ്രായമുള്ള രോഗികൾക്കും കാഴ്ച കുറവുള്ള രോഗികൾക്കും ഒക്കെ കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ഗ്ലൂക്കോമീറ്റേഴ്സിൽ ഇത് അട്രാക്റ്റീവ് മീറ്ററാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനവുമുണ്ട്. ഗ്ലൂക്കോമീറ്ററുകൾ അപ്പോൾ താങ്ക് യു വെരി മച്ച് ചേട്ടാ ഫോർ വോളണ്ടിയറിങ്. താങ്ക് യു. അപ്പോൾ ഗ്ലൂക്കോമീറ്ററുകൾ ഉപയോഗിക്കേണ്ട വിധത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൃത്യമായിട്ട് മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കും. ഗ്ലൂക്കോമീറ്ററുകൾ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോമീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഡയറിയിലാണ് ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവുകൾ നമ്മൾ എഴുതി വയ്ക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രമേഹത്തിന് വേണ്ടിയുള്ള ഡയബറ്റീസ് ടെലി മാനേജ്മെൻറ്റ് സിസ്റ്റം DTMS വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കുകയും അതിൽ ഏറ്റവും പ്രധാനം ഗ്ലൂക്കോമീറ്ററുകൾ പ്രയോജനപ്പെടുത്തുക എന്നതുമായിരുന്നു. ഇത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ചികിത്സാ ചിലവ് വളരെ 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 കുറയുന്നു. പ്രമേഹം ഭാവിയെ വരുത്തി തീർക്കുന്ന അതീവ ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, അന്ധത, ലൈംഗിക ശേഷിക്കുറവ്, കൈകാലുപ്പെരുപ്പ് ഒന്നും സംഭവിക്കുന്നില്ല.
രോഗി രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനങ്ങൾ സ്വയം മനസ്സിലാക്കുന്നത് കൊണ്ട് പതിയെ ഇതിൻ്റെ പ്രയോജനം എങ്ങനെ എനിക്ക് ഉണ്ടായിത്തീരണമെന്ന് നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ എങ്ങനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ, ഭക്ഷണത്തിൽ എങ്ങനെ ക്രമീകരണങ്ങൾ വേണം, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടുന്നത്, എത്തരം വ്യായാമം കഴിയുമ്പോഴാണ് പഞ്ചസാര നല്ല നിയന്ത്രണത്തിലാകുന്നത്, ഇങ്ങനെ സ്വയം പഠിച്ച് അത് ജീവിതത്തിൽ സ്വീകരിക്കുവാനും സാധിക്കുന്നു. ഗ്ലൂക്കോമീറ്ററുകൾ വാങ്ങുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ആരായുക. എല്ലാ ഗ്ലൂക്കോമീറ്ററുകളും ഒരുപോലെ നല്ലതാണ് എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും വിപണിയിൽ കിട്ടുന്ന മിക്കവാറും നല്ല ബ്രാൻഡുകൾ ഇപ്പോൾ കൃത്യമായിട്ട് പഞ്ചസാരയുടെ അളവ് നമുക്ക് തരുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് അടുത്ത മാസം കാണും വരെ തിരുവനന്തപുരം ജ്യോതിദേവ്സ് ഡയബറ്റിസ് സെൻറ്റർ JDC ഡയബറ്റിസ് ജെംസ് എഡിറ്റോറിയൽ ടീമിൽ നിന്നും ഗുഡ് ബൈ. താങ്ക് യു.